കേരള ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളത്തിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ ബി.ജെ.പിയുടെ വോട്ട് ശതമാനം ഉയർത്തിയ രാജീവിൽ വമ്പൻ പ്രതീക്ഷയാണ് അധ്യക്ഷനാകുമ്പോഴും ബി.ജെ.പി. അർപ്പിക്കുന്നത്. കൂടാതെ ബി.ജെ.പിക്ക് കേരളത്തിലുണ്ടാകുന്ന വളർച്ച നമ്മൾ കാണുന്നതുമാണ്. ഇതേ രീതിയിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ച രീതിയിൽ ബി.ജെ.പി. ആഞ്ഞുപിടിച്ചാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ ബി.ജെ.പിക്കൊപ്പം പുഷ്പം പോലെ പോകും. ഇപ്പോഴത്തെ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. അധ്യക്ഷനാകുന്നതിനെ പറ്റി ബിഗ് ബോസ് താരം അഖിൽ മാരാർ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് വൈറലാകുന്നത്. ഒപ്പം പതിവ് പോലെ കോൺഗ്രസുകാർക്ക് ചില മുന്നറിയിപ്പും അഖിൽ മാരാർ തന്റെ പോസ്റ്റിലൂടെ നൽകുന്നുണ്ട്. കോൺഗ്രസിന്റെ ശവക്കല്ലറയിലേക്ക് ബി.ജെ.പി. അടിക്കുന്ന അവസാന ആണിയായി രാജീവ് ചന്ദ്രശേഖർ മാറാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഖിൽ മാരാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. പൊതുവെ ദുർബല ഇപ്പോൾ ഗർഭിണിയും എന്ന ഒരു ചൊല്ല് പോലെയാണ് നിലവിൽ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ വരുന്നത്. ഇനി എന്താണ് ഇതുകൊണ്ടുള്ള അപകടമെന്നും എങ്ങനെ ഇതിനെ നേരിടണമെന്ന് പറയാമെന്നും അഖിൽ മാരാർ പറയുന്നു. രാഷ്ട്രീയം എന്നത് പൂർണ്ണമായും ഒരു ബിസിനസ് ആണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞതും അത് പ്രാവർത്തികമാക്കിയതും ബി.ജെ.പി. ആണ്. പിന്നീടത് മനസ്സിലാക്കിയത് പിണറായി വിജയനിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. ബി.ജെ.പിയുടെ ഈ കോർപ്പറേറ്റ് നീക്കമാണ് അവരെ തുടർച്ചയായി ജയിപ്പിക്കുന്നത്. രാജ്യത്തെ ജനങ്ങളെ ഏത് രീതിയിൽ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമെന്ന് ബി.ജെ.പിക്ക് നന്നായിട്ടറിയാം. വർഗീയത പോലും ഏതൊക്കെ സ്ഥലത്താണ് വർക്ക് ആവുന്നതെന്നും അവർക്കറിയാം. ബി.ജെ.പി. വർഗീയ പാർട്ടിയല്ല, മറിച്ച് വർഗീയത ജയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോർപ്പറേറ്റഡ് പാർട്ടി എന്നാണ് അഖിൽ മാരാർ വിശേഷിപ്പിക്കുന്നത്. അവിടെയാണ് കേരളത്തിൽ ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്ന വർഗീയതയ്ക്ക് സ്കോപ്പ് ഇല്ല എന്നവർ മനസ്സിലാക്കുന്നത്. ഇവിടെ പരസ്പരം തമ്മിലടിച്ച് പാരവെച്ച് നടക്കുന്ന നേതാക്കളെ നിയന്ത്രിക്കാൻ രാജീവ് ചന്ദ്രശേഖർ വരുന്നത് ഈ നേതാക്കൾക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് മാത്രമല്ല, തനിക്ക് കിട്ടാത്തത് മറ്റവനും കിട്ടിയില്ലല്ലോ എന്ന ആശ്വാസത്താൽ കൂടുതൽ സന്തോഷിക്കുകയും ചെയ്യും. വളരെ പ്രായോഗിക ബുദ്ധിയോടെ രാഷ്ട്രീയത്തെ സമീപിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഇന്നലകളിൽ ബി.ജെ.പിയിൽ നിന്നും അകന്നുപോയ ഉന്നത ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ തിരികെ കൊണ്ടുവരും. പുതുതലമുറയെ ആകർഷിക്കാൻ വേണ്ടി യുവാക്കളെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുകയും ചെയ്യും. പൊതുവെ യാതൊരു സ്വാർത്ഥ മനോഭാവവും ഇല്ലാത്ത RSS പ്രവർത്തകർ ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്യുകയും ചെയ്യും. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 20 നിയോജക മണ്ഡലങ്ങളിൽ താമര ചിഹ്നം ഒന്നാമത് വന്നു. അവിടെ അത് ഉറപ്പിക്കുകയാകും രാജീവ് ചന്ദ്രശേഖറിന്റെ ലക്ഷ്യമെന്നും അഖിൽ മാരാർ പറയുന്നു. പൂർണ്ണമായും ഒരു കമ്പനിയുടെ CEO ആയി ഒരാൾ മാറുകയും അയാളുടെ പ്ലാനുകൾ നടപ്പിലാക്കുന്ന വിവിധ ജോലികൾ പാർട്ടി നേതാക്കന്മാർ ഏറ്റെടുക്കുകയും ചെയ്യുന്നതോടെ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും ബി.ജെ.പിയും ബി.ജെ.പി. പ്രവർത്തകരും പോകും. ചില മണ്ഡലങ്ങളിൽ ജയസാധ്യത UDFും ബി.ജെ.പിയും തമ്മിൽ വന്നാൽ ഇടത് വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. ഇടതിന്റെ ലക്ഷ്യം അധികാരം തുടരണമെന്നും ബി.ജെ.പിയുടെ ലക്ഷ്യം കോൺഗ്രസിന്റെ പതനവുമായതിനാൽ ഇവർ ഒന്നിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പൊതുവെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി.ജെ.പി. നേതാക്കളോട് മറ്റുള്ളവർക്ക് തോന്നുന്ന രാഷ്ട്രീയ വിരോധം രാജീവ് ചന്ദ്രശേഖറിനോട് തോന്നില്ലെന്നും അഖിൽ മാരാർ പറയുന്നു. താഴെത്തട്ടിലെ രാഷ്ട്രീയം അറിയില്ല എന്നൊക്കെ പറഞ്ഞാക്ഷേപിക്കുന്നവർ അറിയാൻ അതിനാണ് സംഘടന ഉള്ളത്. നയിക്കുന്നവന് ബുദ്ധിയും തന്ത്രവും ഭാഷയും ആശയവും അത് നടപ്പിലാക്കാനുള്ള ശേഷിയും മതി. അല്ലാതെ ഇനിയുള്ള കാലം റോഡിലിറങ്ങി കോമാളി കളിക്കണമെന്നില്ല. ജനങ്ങളെ ദ്രോഹിച്ചും ബുദ്ധിമുട്ടിച്ചുമല്ല ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യേണ്ടത്. മറിച്ചൊരു ബുദ്ധിമുട്ട് പോലും ഇല്ലാതെ സമാധാനമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കലാണ് ഈ രാഷ്ട്രീയമെന്നും അഖിൽ മാരാർ പറയുന്നു. അവിടെയാണ് ഏത് താരതമ്യത്തിലും ബി.ജെ.പിയുമായി കോൺഗ്രസ് സംപൂജ്യമാകുന്നത്. അതായത് ഒന്നാമത് ഞമ്മക്കല്ലെങ്കിൽ ഞമ്മന്റെ ആൾക്കാർക്കെന്ന മനോഭാവം. മാറിയ രാഷ്ട്രീയവും ജനങ്ങളുടെ ചിന്തകളും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതിലുള്ള അപജയം പുതുതലമുറയും സ്ത്രീകളും ഒന്നും ഒരിക്കൽ പോലും ഓർക്കാൻ പോലും താല്പര്യമില്ലാത്ത ഗാന്ധിയൻ സിദ്ധാന്തങ്ങളുടെ ആവർത്തനവും ചരിത്ര പ്രസംഗങ്ങളുമാണ്. ആരെയും ആകർഷിക്കാൻ കഴിയാത്ത നേതാക്കൾ, അധികാരമോഹം കൊണ്ട് നിലനിൽപ്പ് മറന്നുപോയ നേതാക്കൾ, യാതൊരു പ്രയോജനവുമില്ലാതെ ഘടകകക്ഷികൾക്ക് ദാനം നൽകിയ സീറ്റുകൾ, അതിനേക്കാൾ ഉപരി എതിരാളികളുടെ ആയുധം എന്തെന്ന് മനസ്സിലാക്കാതെ ഉള്ള പോരാട്ടം. അതായത് നമ്മൾ എതിരാളി ഒരു കാലത്ത് പരസ്പരം അടിച്ചു നേരിട്ടപ്പോൾ കൈകൊണ്ട് തല്ലി ജയിച്ചിരുന്നു. അപ്പോഴാണ് അവൻ വടിയെടുത്തു കൊണ്ടുവരുന്നത്. നമ്മളും ഒരു വടിയെടുത്തു, തിരിച്ചടിച്ച് ജയിച്ചു. അവൻ ആ വടി മാറ്റി വാളാക്കി. എന്നാൽ ഇപ്പോഴും നമ്മൾ വടി കൊണ്ടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവൻ ആ സമയത്ത് എന്ത് ചെയ്തു? വാള് മാറ്റി തോക്കാക്കി. എന്നിട്ടും നമ്മൾ വടി മാറ്റിയിട്ടില്ല. കാരണം നമ്മൾക്കൊരു ആദർശമുണ്ട്, ആരെയും കൊല്ലുന്ന ആയുധം പാടില്ല. അവൻ നമ്മുടെ ഓരോരുത്തരെയും വെട്ടിയും വെടിവെച്ചും കൊന്നു.
നമ്മുടെ യുവാക്കൾ വന്ന് പറഞ്ഞു, നമുക്കും വാൾ വേണം, തോക്കുണ്ടെങ്കിൽ ഞാൻ രക്ഷിക്കാമെന്ന്. അപ്പോഴും ഒരു ഉപദേശം വന്നു, വടി നമ്മുടെ ആശയമാണ്, അത് മാറ്റരുത്. എതിരാളി എന്ത് ചെയ്തു? AK-47 എടുത്തു. അപ്പോഴും നമ്മൾ വടി മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ജയിക്കണമെങ്കിൽ ആയുധം വേണം. ഏതായുധം വേണമെന്ന് എതിരാളിയുടെ ആയുധം മനസ്സിലാക്കി തീരുമാനിക്കണം. അതിന് ആദ്യം ബോധ്യം വേണം, ഒപ്പം മറ്റുള്ളവരെ കുറിച്ച് കരുതൽ വേണം. പോരാനുള്ള ആത്മവിശ്വാസം വേണമെന്നും അഖിൽ മാരാർ പറയുന്നത്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാക്കാം, തള്ളിക്കളയാം, രണ്ടായാലും എനിക്ക് സന്തോഷം. ഇനിയുള്ളത് 1 വർഷം മാത്രമാണെന്നും ഇല്ലെങ്കിൽ ഇനിയുള്ള കാലം ചരിത്രം പറഞ്ഞു ജീവിക്കാമെന്നും കോൺഗ്രസിനോട് അഖിൽ മാരാർ പറയുന്നു.